Sandicha, can I share the screen? Okay, I made you the co-host, so you can share. Okay, thank you. Yeah. Okay, all right. സോ ഇന്ന് ഞാൻ കഴിഞ്ഞ ദിവസം എന്നോട് സണ്ണിച്ചാൻ ഇന്നത്തെ ഈ ആഴ്ചയിലും ദൈവം വെച്ചാൽ അടുത്ത ആഴ്ചയിലുള്ള മീറ്റിങ്ങിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ ഞാൻ ചിന്തിച്ചു എന്ത് വിഷയമാണ് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഒന്ന് എടുക്കാൻ പറ്റുന്നത് എന്ന് ചിന്തിച്ചപ്പോൾ ഞാൻ അടുത്ത ഇടയ്ക്ക് വേറൊരു അസംബ്ലിയിൽ ചെയ്തൊരു ബൈബിൾ സ്റ്റഡിയാണ് ബാംഗ്ലൂരുള്ള ആർട്ടി നഗർ അസംബ്ലിയിൽ. അവിടെ ഒരു 6 വീക്ക് സ്റ്റഡി ഞാൻ എടുത്തു. അതിനകത്തുനിന്ന് ഒരു കംപ്രസ് ചെയ്തിട്ടുള്ള ഒരു ക്ലാസ് ആയിട്ട് ഞാൻ ഇതിനെ എടുക്കുവാൻ ആഗ്രഹിക്കുന്നു. സ്പിരിച്വൽ റിവൈവലിനെ കുറിച്ചുള്ള ഒരു ചോദ്യമാണ് ഞാൻ ചോദിച്ചുകൊണ്ട് അതിനെക്കുറിച്ച് അല്പനേരം ചിന്തിക്കാമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ആത്മീയ ഉണർവ് അല്ലെങ്കിൽ സ്പിരിച്വൽ റിവൈവൽ എന്ന് നമ്മൾ സാധാരണ കേൾക്കുകയും പ്രയോഗിക്കുകയും ചെയ്യുന്ന ഒരു പദമാണ്. പലപ്പോഴും നമ്മൾ നമ്മുടെ ടീൻ ക്യാമ്പ്സില് അതുപോലെ യൂത്ത് ക്യാമ്പ്സിലെല്ലാം നമ്മൾ സംസാരിക്കുന്ന, നമ്മുടെ സഭകളിലൊക്കെ നമ്മൾ സംസാരിക്കുന്ന ഒരു വിഷയമാണ് ആത്മീയ ഉണർവ്. നമ്മൾ ഉണർവിനെ കുറിച്ച് ആഗ്രഹിക്കുന്നവരായിരിക്കാം, ജാഗ്രതയുള്ളവരായിരിക്കാം, പലപ്പോഴും അതിനെക്കുറിച്ച് സംസാരിക്കുന്നവരായിരിക്കാം. എന്നാൽ ഉണർവിന്റെ ആവശ്യം എന്താണ്? എപ്പോഴാണ് ഉണർവ് നമുക്ക് വേണ്ടത്? ഉണർവ് ദൈവത്തിൽ നമ്മൾ എങ്ങനെയാണ് കാണുന്നത്, സഭാചരിത്രത്തിൽ എങ്ങനെയാണ് കാണുന്നത് എന്നുള്ള ചില കാര്യങ്ങൾ മാത്രം ചിന്തിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. 2 പാർട്ടായിട്ട്, ഇന്ന് ഫസ്റ്റ് പാർട്ടും ദൈവം അനുവദിച്ചാൽ അടുത്ത ആഴ്ച സെക്കൻഡ് പാർട്ടുമായിട്ട് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. സോ നമ്മൾ ആത്മീയ ഉണർവിനെ കുറിച്ച് സാധാരണ സംസാരിക്കുമ്പോൾ നമ്മൾ ആദ്യം ചോദിക്കേണ്ട ഒരു ചോദ്യം എന്ന് പറയുന്നത് എപ്പോഴാണ്, ഏത് സമയത്താണ് നമുക്ക് ഈ ആത്മീയ ഉണർവിന്റെ ആവശ്യം? അങ്ങനെ ഒരു ചോദ്യം നമ്മൾ ചോദിക്കേണ്ടതായിട്ടിരിക്കുന്നു. ഏത് സമയത്താണ് നമുക്ക് ആത്മീയ ഉണർവ് വേണ്ടത്? നമ്മൾ ദൈവത്തിൽ നിന്ന് പിന്മാറി പുറകോട്ട് പോകുന്ന സമയത്താണോ നമുക്ക് ആത്മീയ ഉണർവിന്റെ ആവശ്യം? തീർച്ചയായിട്ടും ദൈവത്തിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടെങ്കിൽ തിരിച്ചു വരണമെന്നുള്ളത് ദൈവത്തിന്റെ വചനം ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ്. നമ്മൾ അതിനുവേണ്ടി ശ്രമിക്കേണ്ടതായ ഒരു കാര്യമാണ്. ദൈവത്തിൽ നിന്ന് ആരെങ്കിലും അങ്ങനെ അല്ലെങ്കിൽ ആത്മീയ ജീവിതത്തിൽ നിന്ന് പുറകോട്ട് പോയിട്ടുണ്ടെങ്കിൽ അവരെ മുമ്പോട്ട് കൊണ്ടുവരേണ്ടതായ ഒരു ഉത്തരവാദിത്വം കൂടെ വിശ്വാസികളായ നമുക്കും പ്രത്യേകിച്ച് സഭയ്ക്കും ഉണ്ട് എന്ന് നമുക്കറിയാം. എന്നാൽ ആ സമയത്താണോ ആത്മീയമായ ഒരു ഉണർവ് നമുക്ക് വേണ്ടത്? അതൊരു നല്ല ചോദ്യമാണ്. അടുത്ത ഒരു ചോദ്യം എന്ന് പറയുന്നത്, ചിലപ്പോൾ നമ്മൾ പറയും എപ്പോഴാണ് സ്പിരിച്വൽ റിവൈവലിന്റെ ആവശ്യമെന്ന് ചോദിച്ചാൽ ഒരുപക്ഷെങ്കിൽ നമ്മൾ പറയും സഭയിലോ അല്ലെങ്കിൽ വ്യക്തിപരമായ ജീവിതത്തിലോ ഒരു ആത്മീയമായിട്ടുള്ള കാര്യങ്ങളൊന്നും നടക്കാത്ത സമയത്താണ് നമുക്ക് ഒരു ആത്മീയ ഉണർവിന്റെ ആവശ്യം എന്ന് നമ്മൾ ചിലപ്പോൾ ചിന്തിച്ചേക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളുടെ ചുറ്റുപാടുമുള്ള കൾച്ചർ അല്ലെങ്കിൽ കൾച്ചറിനെ നമ്മൾ നോക്കിയാൽ നമ്മുടെ ചുറ്റുപാടുമുള്ള സംസ്കാരം അല്ലെങ്കിൽ ആളുകളുടെ ഇപ്പോഴത്തെ ഉള്ള ഇഷ്ടങ്ങൾ വെച്ച് നോക്കുമ്പോൾ അത് ദൈവത്തിൽ നിന്ന് വളരെ അകന്നു പോയി പാപത്തിൽ ജീവിക്കുന്ന അല്ലെങ്കിൽ പാപം പെരുകിക്കൊണ്ടിരിക്കുന്ന ഒരു തലമുറയുടെ മധ്യത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ആ സമയത്താണ് ആത്മീയ ഉണർവ് വേണ്ടതെന്ന് നമ്മൾ ചിലപ്പോൾ ചിന്തിച്ചേക്കാം. അല്ലെങ്കിൽ ഒരു വക ആത്മീയ വളർച്ചയും വ്യക്തിപരമായ ജീവിതത്തിൽ നടക്കാത്ത സമയത്താണ് ഇങ്ങനെയുള്ള ഒരു ഉണർവിന്റെ ആവശ്യം നമുക്ക് വേണ്ടതെന്ന് ഒരുപക്ഷെ നമ്മൾ ചിന്തിച്ചേക്കാം. ഈ സമയങ്ങളിലൊക്കെയും ദൈവത്തിലേക്ക് മടങ്ങി വരേണ്ടത് ആവശ്യമുണ്ട്. ദൈവത്തിൽ നമ്മൾ ആശ്രയിക്കേണ്ട ആവശ്യമുണ്ട്. കൂടുതലായിട്ട് ദൈവത്തിൽ നമ്മൾ ആശ്രയിക്കേണ്ട ആവശ്യമുണ്ട്. എന്നാൽ ദൈവത്തിൽ നമ്മൾ സ്പിരിച്വൽ റിവൈവലിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ പല പ്രാവശ്യം പഴയ നിയമത്തിൽ നമുക്ക് അതിനെക്കുറിച്ച് ഉദാഹരണങ്ങളുണ്ട്. എപ്പോഴാണ് ദൈവം സ്പിരിച്വൽ റിവൈവൽ അയച്ചതെന്ന് പലപ്പോഴും നമ്മൾ ന്യായാധിപന്മാരുടെ പുസ്തകവും രാജാക്കന്മാരുടെ പുസ്തകമൊക്കെ വായിക്കുമ്പോൾ നാം കാണുന്നത് അവർ പാപത്തിൽ അകപ്പെട്ട് ദൈവത്തിൽ നിന്ന് മാറിപ്പോകുന്ന സമയത്താണ് ദൈവം ആത്മീയരായിട്ടുള്ള ലീഡേഴ്സിനെ എഴുന്നേൽപ്പിക്കുകയും ഇസ്രായേൽ ജനത്തെ ദൈവത്തെങ്കിലേക്ക് തിരിച്ചു കൊണ്ടുവരികയും ചെയ്തതെന്ന് നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ ഒരു പ്രത്യേക ഭാഗത്ത് തുടക്കത്തിൽ ന്യായാധിപന്മാരുടെ പുസ്തകത്തിന്റെ തുടക്കത്തിൽ തന്നെ 1-2 കാര്യങ്ങൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ ശ്രദ്ധയെ ഞാൻ തിരിക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി നമുക്ക് ജഡ്ജസ് 2-ാം അധ്യായം അതിന്റെ 6 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. ന്യായാധിപന്മാരുടെ പുസ്തകം 2-ാം അധ്യായം അതിന്റെ 6 മുതലുള്ള വാക്യങ്ങൾ സ്ക്രീനിൽ എല്ലാവരുടെയും സൗകര്യത്തിനായിട്ട് ഇവിടെയുണ്ട്. മലയാളത്തിൽ വായിക്കേണ്ടവർക്ക് മലയാളത്തിൽ വായിക്കാം. എൻ്റെ കയ്യിൽ മലയാളം ബൈബിൾ ഇല്ല.
സോ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്. When Joshua dismissed the people of Israel went each to his inheritance to take possession of the land. And the people served the Lord all the days of Joshua and all the days of the elders who outlived Joshua, who had seen all the great work that the Lord had done for Israel. And Joshua, the son of Nun, the servant of the Lord, died at the age of 110 years. And they buried him within the boundaries of his inheritance in Timnath-Heres, in the hill country of Ephraim, north of the mountain of Gash. And all that generation also were gathered to their fathers. And there arose another generation after them who did not know the Lord or the work that he had done for Israel. And then we read in verse 11, a very somber, a very melancholic turn, sounding phrase here. And the people of Israel did what was evil in the sight of the Lord and served Baals. ഇവിടെ നമ്മൾ വായിച്ച വേദഭാഗത്ത് നമ്മൾ കാണുന്ന ഒരു കാര്യം, ന്യായാധിപന്മാരുടെ സമയത്തിന് തൊട്ടു മുമ്പ് യോശുവയുടെ കീഴിൽ ഇസ്രായേൽ ജനം കനാൻ ദേശത്ത് വാഗ്ദത്ത നാട്ടിൽ പ്രവേശിച്ച ശേഷം ഉള്ള കാര്യത്തെക്കുറിച്ചാണ് നമ്മളിവിടെ കാണുന്നത്. ഒരു തൊട്ടു മുമ്പുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കിയാൽ അവരെ ഏകദേശം 38 വർഷത്തോളം ട്രാൻസ് ജോർഡൻ അല്ലെങ്കിൽ പ്ലെയിൻസ് ഓഫ് മോവാബിൽ അവരുടെ മത്സര ബുദ്ധി കാരണം, അവരുടെ റിബല്യൻ കാരണം അവർ താമസിക്കേണ്ടതായിട്ട് വന്നു. ബിറ്റ്വീൻ സൈനായ്, ബിറ്റ്വീൻ ഹോറെബ്, and before they entered into the promised land, which is Jericho, which was kind of the entrance into the promised land. So ആ സമയത്തിനുള്ളിൽ സൈനായ് പർവ്വതത്തിൽ അല്ലെങ്കിൽ ഹോറേബിൽ നിന്ന് മോശ ദൈവത്തിൽ നിന്ന് 10 കൽപ്പന സ്വീകരിച്ചതിന് ശേഷം ഇസ്രായേൽ ജനം ജെറിക്കോ വഴി പ്രോമിസ് ലാൻഡിലേക്ക് കയറുന്നതിന് മുമ്പ് 38 വർഷത്തോളം അവര് ജോർഡന്റെ ഇപ്പുറത്തെ സൈഡിൽ, ജോർഡൻ ക്രോസ് ചെയ്താലേ അവർ പ്രോമിസ് ലാൻഡിലേക്ക് കയറത്തുള്ളൂ, ഇപ്പുറത്തെ സൈഡിൽ അവർ താമസിച്ചു. ദൈവത്തിന്റെ ദാസനായ മോശ അവസാനം ആവർത്തന പുസ്തകങ്ങളിൽ അവർക്ക് ചില ഉപദേശങ്ങൾ കൊടുത്തു. എന്നിട്ട് ജോഷുവയുടെ കീഴിൽ മരുഭൂപ്രയാണ കാലത്ത് ജനിച്ചതായ സെക്കൻഡ് ജനറേഷൻ ഈ പ്രോമിസ് ലാൻഡിലേക്ക്, വാഗ്ദത്ത ദേശത്തേക്ക് പ്രവേശിക്കുകയാണ്. വാഗ്ദത്ത ദേശത്തേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ മോശ ദൈവത്തിന്റെ അരുളപ്പാട് മുഖാന്തരം അവർക്ക് ചില പ്രത്യേക നിർദ്ദേശങ്ങൾ കൊടുക്കുന്നുണ്ട്. എന്നാൽ അവര് പ്രോമിസ് ലാൻഡിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ഇപ്പോൾ അവരൊരു പുതിയ സ്ഥലത്താണ്. ഈ ജനങ്ങളെല്ലാം അവരിതുവരെ കൈകൊണ്ട് പണിയാത്ത ഒരു സിറ്റിയിലേക്ക് പ്രവേശിക്കുകയാണ്. അവര് ഇതുവരെ വെക്കാത്ത വീടുകളിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. അവര് ഇതുവരെ നട്ടിട്ടില്ലാത്ത മുന്തിരിത്തോട്ടങ്ങളിൽ നിന്നൊക്കെയും ഫലങ്ങൾ കഴിക്കുവാൻ പോവുകയാണ്. അങ്ങനെ വളരെ സമൃദ്ധിയുടെ സ്ഥലത്തേക്ക്, സമൃദ്ധിയുടെ സമയത്താണ് ഇസ്രായേൽ ജനം ഈ കനാൻ ദേശത്തേക്ക് പ്രവേശിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ 6-ാം വാക്യത്തിൽ വായിക്കുന്നത് ഇങ്ങനെയാണ്: യോശുവ അവർക്ക് വളരെ ഉപദേശങ്ങളൊക്കെ കൊടുത്തു, അവർക്കുള്ള നിർദ്ദേശങ്ങളെല്ലാം കൊടുത്തു. ട്രൈബ്സിന്റെ ഇടയിൽ ഈ വാഗ്ദത്ത നാട്ടിലേക്കുള്ള അവരുടെ ഓഹരികളെല്ലാം അവര് അത് ഡിവൈഡ് ചെയ്ത് കൊടുത്തു, അവരുടെ ഇൻഹെറിറ്റൻസ്. എന്നിട്ട് ഈ ജനം ഇപ്പോൾ തങ്ങളുടെ ഇൻഹെറിറ്റൻസിലേക്ക്, അല്ലെങ്കിൽ അതിന് മലയാളം എനിക്ക് വായിൽ വരുന്നില്ല, അവർക്ക് കിട്ടിയ ആ ദേശത്തേക്ക്, അവർക്ക് ഓഹരിയായി കിട്ടിയ ആ സ്ഥലത്തേക്ക്, അല്ലെങ്കിൽ അവകാശമായി കിട്ടിയ സ്ഥലത്തേക്ക് അവർ പോവുകയാണ്. അതിനെക്കുറിച്ചാണ് നമ്മളോട് വായിക്കുന്നത് അതിന്റെ 6-ാം വാക്യത്തിൽ. ഇപ്പോൾ വളരെ സന്തോഷത്തിലാണ് ഇസ്രായേൽ ജനം. ദൈവം അവർക്ക് ദൈവം അവർക്ക് വാഗ്ദത്ത ദേശത്തിലേക്ക് വരുന്നതിനെ കുറിച്ചും വാഗ്ദത്ത ദേശത്തെ കുറിച്ചും ഒക്കെ പല കാര്യങ്ങൾ ദൈവം അവരോട് പറഞ്ഞിട്ടുണ്ട്. ഇത് തേനും പാലും ഒഴുകുന്ന ദേശമാണെന്നൊക്കെ അവർ കേട്ടിട്ടുണ്ട്. അത് സമ്പൽ സമൃദ്ധിയെ കുറിച്ചുള്ള ഒരു ഫ്രേസ് ആണ് ദൈവവചനത്തില്. അത് യഥാർത്ഥത്തിൽ പാൽ ഒഴുകുന്നു എന്നുള്ള അർത്ഥത്തിലല്ല, എന്നാൽ വളരെ ധാരാളമായ നന്മകളുള്ള ഒരു സ്ഥലത്തേക്കാണ് അവർ പ്രവേശിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് ദൈവത്തിന്റെ വചനത്തിൽ അവരെ നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ വളരെ സമ്പൽ സമൃദ്ധിയായ ഈ ദേശത്തേക്ക് ഇപ്പോൾ ഇസ്രായേൽ ജനം പ്രവേശിച്ചിരിക്കുകയാണ്. ആ ജനം പ്രവേശിക്കുക മാത്രമല്ല, അവരിപ്പോൾ അവർക്ക് ലഭിച്ചതായ ഓഹരിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവർ പോയി അവിടെ എത്തി. അവർ വളരെ തിരക്കുള്ള സമയമാണിപ്പോൾ. എന്തിന്റെയാണ് തിരക്ക്? അവരിതുവരെയും പണിയാത്ത വീടുകളിൽ കയറി അത് എൻജോയ് ചെയ്യുന്നതിന്റെ തിരക്കാണ്. ആ തിരക്കെന്ന് പറയുന്നത് അവരിപ്പോൾ
നട്ടിട്ടില്ലാത്ത മുന്തിരിത്തോട്ടങ്ങളിൽ നിന്നും ഒക്കെയുള്ള ഫലം കഴിക്കുന്നതിന് തിരക്കാണ്. ആ തിരക്കിലേക്കാണ് അവർ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സോ നല്ല സമ്പൽ സമൃദ്ധിയുടെ സ്ഥലത്തേക്കാണ് ഇപ്പോൾ അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ പിന്നീട് വായിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ്. ഈ ജനം യോശുവയുടെ കീഴിൽ കനാൻ ദേശത്തേക്ക് പ്രവേശിച്ച ഈ ജനം യോശുവയുടെ കാലം മുഴുവനും, അതുപോലെ ഈ പ്രവേശിച്ച ആ തലമുറയുടെ അവസാനം വരെ അവർ ദൈവത്തെ സേവിച്ചു എന്നാണ് നമ്മൾ കാണുന്നത്. കാരണം ദൈവം അവർക്ക് വേണ്ടി ചെയ്തത് എന്താണെന്ന് അവര് അനുഭവിച്ച ഒരു കൂട്ടരായിരുന്നു. അവര് പ്രയാണ സമയത്ത് ദൈവം അവർക്ക് മന്ന കൊടുക്കുകയും, അത്ഭുതകരമായി ദൈവം അവർക്ക് വെള്ളം കൊടുക്കുകയും, അത്ഭുതകരമായിട്ട് ദൈവം അവർക്ക് കൊയലിനെ കൊടുക്കുകയും, അവർക്ക് മീറ്റ് കൊടുക്കുകയും ഒക്കെ ചെയ്ത് അങ്ങനെ ദൈവത്തിന്റെ പ്രൊട്ടക്ഷനും ദൈവത്തിന്റെ കരുതലും അനുഭവിച്ച് ദൈവത്തെ ദിനംപ്രതം ഓൾമോസ്റ്റ് കണ്ടുകൊണ്ടിരുന്ന ഒരു ആയിരുന്നു ഈ തലമുറ എന്ന് പറയുന്നത്. അവര് രാവിലെ തങ്ങളുടെ കൂടാരത്തിന്റെ വെളിയിൽ വന്നേച്ച് വെളിയിലേക്ക് നോക്കിയാൽ ദൈവത്തിന്റെ പ്രസൻസ് അവർക്ക് ഡെയിലി കാണാമായിരുന്നു. വളരെ ടാഞ്ചിബിൾ ആയിട്ടുള്ള ദൈവത്തിന്റെ പ്രസൻസ് കണ്ട് ദൈവം ആരാണെന്ന് മനസ്സിലാക്കിയ ഒരു ജനമായിരുന്നു യോശുവയുടെ കീഴിൽ കനാൻ ദേശത്തേക്ക് പ്രവേശിച്ചത്. ആ ജനമാണ് ഇപ്പോൾ വളരെ തിരക്കായിരിക്കുന്നത്. അവരുടെ തിരക്ക് ഒരു പ്രത്യേക കാരണം കൊണ്ടുള്ള തിരക്കാണ്. ആ തിരക്കെന്ന് പറയുന്നത് അവർക്കിപ്പോൾ പെട്ടെന്ന് ഇതുവരെയും 40 വർഷം അവര് നോമാഡ്സ് ആയിട്ട്, അവര് പരദേശികളായിട്ട് പലരുടെയും സ്ഥലത്തൂടെ കടന്ന് ഒരു സ്ഥിരതാമസമില്ലാത്ത അവസ്ഥയിൽ താമസിച്ച ജനം പെട്ടെന്ന് കനാൻ ദേശത്ത് വന്ന് അവർക്ക് സ്വന്തമായിട്ടുള്ള ഫ്രീ ആയിട്ടുള്ള സ്ഥലങ്ങൾ ലഭിക്കാൻ പോവുകയാണ്. സോ അങ്ങനെ വളരെ അനുഗ്രഹത്തിലേക്ക് വന്നിരിക്കുന്ന ഈ ജനം അവർ അനുഗ്രഹം ഇപ്പോൾ എൻജോയ് ചെയ്യാൻ പോവുകയാണ്. ദൈവം കൊടുത്ത അനുഗ്രഹം അവർ എൻജോയ് ചെയ്യാൻ പോവുകയാണ്. ആ തലമുറ അങ്ങനെ ചെയ്തപ്പോൾ നമ്മൾ കാണുന്ന ഇതാണ്. പിന്നീട് താഴേക്ക് വായിക്കുമ്പോൾ യോശുവ മരിച്ചു, അതുപോലെ ഈ കനാൻ ദേശത്തേക്ക് പ്രവേശിച്ച ജനവും മരിച്ച് ദൈവത്തോട് ചേർക്കപ്പെട്ടു, അല്ലെങ്കിൽ ദൈവസന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടു. എന്നാൽ 10-ാം വാക്യത്തിന്റെ അവസാനത്തിൽ നമ്മൾ വായിക്കുന്നത് അവർക്ക് ശേഷം ഒരു തലമുറ അവിടെ എഴുന്നേറ്റു. അവർ ദൈവമാരാണെന്നോ ദൈവം ചെയ്ത പ്രവൃത്തി എന്താണെന്നോ അറിയാത്ത ഒരു തലമുറയായിരുന്നു എന്നാണ് നമ്മൾ 10-ാം വാക്യത്തിൽ വായിക്കുന്നത്. ആ തലമുറ ദൈവസന്നിധിയിൽ ഈവിൾ അല്ലെങ്കിൽ ദുഷ്ടമായത് ചെയ്തു. അവര് ബാൽ ദൈവത്തെ ആരാധിച്ചു എന്നാണ് നമ്മളിവിടെ വായിക്കുന്നത്. എങ്ങനെയാണ് അങ്ങനെ ഒരു തലമുറ ഉണ്ടാകുവാൻ ഇടയായത്? നമ്മൾ ഈ പിതാക്കന്മാരെ കുറിച്ച് ഇപ്പൊ തന്നെ വായിച്ചു 7-ാം വാക്യത്തില്. ആ പിതാക്കന്മാർ ആരാണ്? ദൈവം ആരാണെന്നും ദൈവം ഇസ്രായേലിന് വേണ്ടി ചെയ്ത പ്രവൃത്തികൾ എന്താണെന്നും കണ്ട് അനുഭവിച്ച ഒരു തലമുറയാണ്. ആ തലമുറയിൽ നിന്ന് എങ്ങനെ ദൈവത്തെ അറിയാത്ത ഒരു തലമുറ ഉണ്ടായി എന്ന് ചോദിക്കേണ്ട ഒരു ആവശ്യം നമുക്കുണ്ട്. എങ്ങനെയാണ് അങ്ങനെ ഒരു തലമുറയ്ക്ക് ജന്മം കൊടുക്കുവാൻ ഇവർക്ക് സാധിച്ചത്? അതിനെക്കുറിച്ച് നമ്മൾ വായിച്ചാല്, മനസ്സിലാക്കിയാല് നമുക്ക് 1-2 വേറെ വേദഭാഗങ്ങൾ വായിക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. അത് ആവർത്തന പുസ്തകം അതിന്റെ 6-ാം അധ്യായത്തില് അതിന്റെ 4 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിച്ചാൽ അറിയാം. ദ ഗ്രേറ്റ് ക്ഷമ, അതിനകത്ത് പറയുന്ന ഹീറോ ഇസ്രായേൽ, ദ ലോർഡ് യുവർ ഗാഡ്, ദ ലോർഡ് ഈസ് വൺ ഓർ ദ ലോർഡ് അലോൺ എന്ന് പറഞ്ഞിട്ട് പിന്നീടുള്ള ഭാഗങ്ങളിൽ പറയുകയാണ്, നിങ്ങൾ എഴുന്നേൽക്കുമ്പോഴും, നിങ്ങൾ വീട്ടിലിരിക്കുമ്പോഴും, നിങ്ങൾ വഴിയിലായിരിക്കുമ്പോഴും, നിങ്ങൾ വേലസ്ഥലത്തായിരിക്കുമ്പോഴും അല്ലെങ്കിൽ കൃഷിസ്ഥലത്തായിരിക്കുമ്പോഴും ഈ ദൈവം ആരാണെന്നും ദൈവം ചെയ്ത പ്രവൃത്തികളെ കുറിച്ചും നിങ്ങൾ വരും തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. വരും തലമുറയ്ക്ക് നിങ്ങൾ പറഞ്ഞു കൊടുക്കണമെന്നാണ് ആവർത്തന പുസ്തകം 6-ന്റെ 4 മുതൽ നമ്മൾ വായിക്കുന്നത്. എന്നിട്ട് നമ്മൾ വായിക്കുന്ന ഒരു കാര്യമുണ്ട്. മോശ മുഖാന്തരം ദൈവം ഇവർക്കൊരു വലിയ താക്കീത് അല്ലെങ്കിൽ ഒരു വാർണിംഗ് കൊടുക്കുകയാണ്. അതിന്റെ 10-ാം വാക്യം മുതൽ ഇങ്ങനെയാണ് വായിക്കുന്നത്. And when the Lord your God brings you into the land that he swore to your fathers, to Abraham, to Isaac, and to Jacob, to give you with great and good cities that you did not build. Underline ചെയ്യേണ്ട കാര്യമാണ്. With great and good cities that you did not build. നിങ്ങൾ കൈകൊണ്ട് പണിയാത്ത വലിയ നല്ല സിറ്റീസ് അല്ലെങ്കിൽ ടൗൺസ് ദൈവം നിങ്ങൾക്ക് തരുമ്പോൾ, 11-ാം വാക്യം, and houses full of good things that you did not fill, and cisterns that you did not dig, and vineyards and olive trees or olive orchards that you did not plant. And when you eat and are full, നിങ്ങൾ കഴിച്ച് സമൃദ്ധിയായി കഴിയുമ്പോൾ ഒരു വലിയ ഡേഞ്ചർ ഉണ്ട്. അതിന്റെ വാർണിംഗ് ആണ് ഇവിടെ പറയുന്നത്. അതെന്ന് പറയുന്നത് ഇതാണ് 12-ാം വാക്യം. Then take care lest you forget the Lord who brought you out of the land of Egypt, out of the house of slavery. ആ സമയത്താണ് നിങ്ങൾ ദൈവത്തെ ഓർക്കേണ്ടത്.
സോ സ്പിരിച്വൽ റിവൈവൽ സ്റ്റാർട്ട് ചെയ്യേണ്ടത് നമ്മൾ എല്ലാ അനുഗ്രഹത്തിന്റെയും മധ്യത്തിൽ നിൽക്കുമ്പോഴാണ്. ദൈവം ചെയ്ത നന്മകൾ നമ്മൾ അനുഭവിക്കുമ്പോഴാണ് ആത്മീയ ഉണർവിന്റെ ആരംഭം ഉണ്ടാകേണ്ടത്. അത് എല്ലാം അനുഭവിച്ച് ദൈവത്തെ മറന്നു കഴിഞ്ഞിട്ട് അല്ല നമ്മൾ ഒരു പക്ഷേങ്കിൽ ആത്മീയ ഉണർവിനെ കുറിച്ച് ചിന്തിക്കേണ്ടത്. അതാണ് ഇവിടെ മോശ മുഖാന്തരം ദൈവവചനം നൽകുന്ന വലിയ ക്ലിയർ ആയിട്ടുള്ള താക്കീത് എന്ന് പറയുന്നത്. ആ താക്കീത് എന്ന് പറയുന്ന ഇതാണ്: നിങ്ങളെ ദൈവം ഒരു ദിവസം നിങ്ങൾ പണി കഴിക്കാത്ത സിറ്റികളിലേക്കും വീടുകളിലേക്കും കൊണ്ടുവരുമ്പോൾ, നിങ്ങൾ കുഴിച്ചിട്ടില്ലാത്ത കിണറിൽ നിന്ന് നിങ്ങൾ വെള്ളം കുടിക്കുമ്പോൾ, നിങ്ങൾ ഒരിക്കലും പണി ചെയ്ത് അധ്വാനിച്ച് വാങ്ങി കൂട്ടാത്ത നല്ല കാര്യങ്ങളുള്ള വീടുകളിലേക്ക് നിങ്ങൾ പ്രവേശിക്കുമ്പോൾ, നിങ്ങൾ കഴിച്ച് സംതൃപ്തരായി കഴിയുമ്പോൾ, ഒരു കാര്യം ഓർക്കണം, ആ സമയത്തായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും വലിയുള്ള ടെംപ്റ്റേഷൻ എന്ന് പറയുന്നത്. ആ സമയത്ത് നിങ്ങൾ ദൈവത്തെ മറക്കുവാൻ സാധ്യതയുണ്ട് എന്നുള്ള ഇതുകൊണ്ടാണ് ഇവിടെ മോശ മുഖാന്തരം ദൈവം ഇസ്രായേൽ ജനത്തിന് താക്കീത് നൽകുന്നത്. ഇതെപ്പോഴാണ് അവർക്ക് താക്കീത് നൽകുന്നത്? അവരിപ്പോൾ കനാൻ ദേശത്ത് പ്രവേശിച്ചിട്ടില്ല. ഞാൻ ആദ്യം ഓർപ്പിച്ചതുപോലെ അവര് ജോർഡൻ റിവറിന്റെ ഈ സൈഡിൽ അപ്പുറത്താണ് കനാൻ ദേശം. എന്നാൽ ഇപ്പുറത്തായിരിക്കുമ്പോൾ അവർക്ക് കനാൻ ദേശം കാണാം. അത്രയും അടുത്തായിരിക്കുമ്പോൾ, ഈ സ്ഥലത്ത് അവര് ആയിരിക്കുമ്പോൾ ദൈവം അവർക്ക് കൊടുത്തിരിക്കുന്ന വാണിംഗ് ആണ്: നിങ്ങൾ ഒരു ദിവസം വലിയ അനുഗ്രഹത്തിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. ഈ അനുഗ്രഹം നിങ്ങൾ എൻജോയ് ചെയ്യുമ്പോൾ ദൈവത്തെ മറന്നു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആ സമയത്താണ് നിങ്ങൾ ദൈവത്തെ കൂടുതൽ ദൈവത്തിൽ ആശ്രയിക്കേണ്ടത്, കൂടുതൽ ദൈവത്തിലേക്ക് മടങ്ങി വരേണ്ടത് എന്നാണ് ഇവിടെ നാം വായിക്കുന്നത്. നാം വീണ്ടും വായിക്കുന്നു യോശുവയുടെ പുസ്തകം 24-ാം അധ്യായം അതിന്റെ 13-14 വാക്യങ്ങളില് ഏത് താക്കീത് മോശ മുഖാന്തരം ദൈവം കൊടുത്തുവോ അതേ താക്കീത് തന്നെ ഇസ്രായേൽ ജനത്തിന് ഇപ്പം യോശുവ മുഖാന്തരം ദൈവം വീണ്ടും കൊടുക്കുകയാണ്. ഇങ്ങനെയാണ് യോശുവയുടെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത് 24-13-14. I gave you a land on which you had not labored, and cities that you had not built, and you dwell in them. You eat the fruit of vineyards and olive orchards that you did not plant. Now therefore fear the Lord and serve him in sincerity and in faithfulness. Put away the gods that your fathers served beyond the river and in Egypt, and serve the Lord. അവിടെ യോശുവ മുഖാന്തരവും ദൈവം നൽകുന്ന ആ താക്കീത് എന്ന് പറയുന്നത് ഇതാണ്: നിങ്ങൾ സമൃദ്ധിയുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ, ദൈവം നൽകിയ അനുഗ്രഹങ്ങൾ അനുഭവിക്കുന്നതിന്റെ മധ്യത്തിൽ നിങ്ങളൊരു പക്ഷേങ്കിൽ ദൈവത്തെ മറന്നുപോകും. അങ്ങനെ സംഭവിക്കാതിരിക്കുവാൻ സൂക്ഷിക്കണം. ആ സമയത്താണ് നാം ദൈവത്തെക്കുറിച്ചും കർത്താവിന്റെ കാര്യങ്ങളെക്കുറിച്ചും കൂടുതൽ ചിന്തിക്കേണ്ടത്, റിവൈവൽ ഉണ്ടാകേണ്ടത് എന്നാണ്. കനാൻ ദേശത്തേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ദൈവം യോശുവ മുഖാന്തരം, ഇപ്പോഴും ഇതിനു മുമ്പ് മോശ മുഖാന്തരവും ദൈവം ഇസ്രായേൽ ജനങ്ങളെ ഓർപ്പിച്ചത്. സോ നമ്മൾ ദൈവത്തിലേക്ക് മടങ്ങി വരേണ്ട, അല്ലെങ്കിൽ ദൈവത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട സമയം എന്ന് പറയുന്നത് പലപ്പോഴും ഞാൻ ആദ്യം ഓർപ്പിച്ചതുപോലെ ദൈവത്തിൽ നിന്ന് വളരെ നാളുകള് തിരിഞ്ഞുപോയി, മറുതലിച്ചു പോയി, ദൈവത്തിൽ നിന്ന് പിന്മാറിപ്പോയിട്ടുള്ള ഒരു സമയത്തല്ല. നേരെ തിരിച്ച് നമ്മൾ ദൈവത്തോട് അടുത്തിരിക്കുമ്പോൾ, ദൈവം നൽകിയ നന്മകൾ അനുഭവിക്കുമ്പോഴാണ് നമ്മൾ ദൈവത്തെക്കുറിച്ച് കൂടുതലായിട്ട് ഓർക്കേണ്ടത്. അതിന്റെ കാരണം ആ സമയത്താണ് ഒരു പക്ഷേങ്കിൽ ദൈവത്തെ മറക്കുവാനുള്ള എല്ലാ ടെംപ്റ്റേഷനും നമുക്ക് ഉണ്ടാകുന്നത്. സാധാരണ നമ്മൾ ആരും സാധാരണ രീതിയിൽ നമ്മൾ എപ്പോഴാണ് കർത്താവിന്റെ മുമ്പിൽ കൂടുതലായിട്ട് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കുന്നത്? ഒരു പക്ഷേങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ വരുമ്പോഴാണല്ലേ. എല്ലാവരും അങ്ങനെയാണെന്നല്ല, ഞാൻ പൊതുവെ ഒരു കാര്യം പറയുകയാണ്. പൊതുവെ നമ്മൾ നോക്കിയാൽ വിശ്വാസികളായ വ്യക്തികളാണെങ്കിൽ പോലും, ഞാൻ ഉൾപ്പെടെ നമ്മൾ ഓരോരുത്തരും പലപ്പോഴും ദൈവസന്നിധിയിലേക്ക് കടന്നു ചെല്ലുന്നത്, മുട്ടിപ്പായി പ്രാർത്ഥിക്കുന്നത് നമുക്ക് ജീവിതത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോഴാണ്, കുറവുകൾ ഉണ്ടാകുമ്പോഴാണ്. ആ കുറവുകൾ നികത്തി തരുവാൻ വേണ്ടിയാണ് ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കാറ്. എന്നാലും നമ്മൾ 10 ശമര്യയിലുള്ള 10 കുഷ്ഠരോഗികളെ കുറിച്ച്, അല്ലെങ്കിൽ 10 കുഷ്ഠരോഗികളെ കർത്താവ് സൗഖ്യമാക്കിയതിനെ കുറിച്ച് നമ്മൾ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട്. എന്നാൽ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്: അതിനകത്ത് ഒരു കുഷ്ഠരോഗി മാത്രമേ തിരിച്ചു വന്ന കർത്താവിനോട് നന്ദി പറഞ്ഞുള്ളൂ. അനുഗ്രഹം പ്രാപിച്ചിട്ട് ദൈവസന്നിധിയിൽ ഉള്ളവനായിട്ട് ഒരൊറ്റ വ്യക്തി ഉണ്ടായുള്ളൂ. അദ്ദേഹം സമാറ്റനാണെന്നാണ്
അല്ലെങ്കിൽ ഒരു ശമരിയക്കാരൻ ആയിരുന്നു എന്നാണ് നമ്മൾ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ വായിക്കുന്നത്. അതിന്റെ അർത്ഥം ഇതാണ്, പലപ്പോഴും അനുഗ്രഹം പ്രാപിക്കുമ്പോൾ ദൈവം നൽകിയ സമ്പൽ സമൃദ്ധി ജനം അനുഭവിക്കുമ്പോൾ ആണ് ദൈവത്തെ മറന്നു പോകുവാനുള്ള ഏറ്റവും കൂടുതൽ സാധ്യത. അതിന്റെ വാണിംഗ് ആണ് നമ്മൾ ഇവിടെ വായിച്ചത്. അതുകൊണ്ട് സ്പിരിച്വൽ റിവൈവൽ എപ്പോൾ വേണം, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് നമ്മൾ എപ്പോൾ ചിന്തിക്കണമെന്ന് ചോദിച്ചാൽ, അത് നമ്മൾ ദൈവത്തോട് അടുത്തിരിക്കുമ്പോഴാണ്, ദൈവം നൽകിയ നന്മകൾ അനുഭവിക്കുമ്പോഴാണ് അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടത് എന്നാണ് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നത്. എന്നാൽ നമ്മൾ ന്യായാധിപന്മാരുടെ പുസ്തകം വായിച്ചാൽ നമ്മൾ പഠിക്കുന്നത് ഇങ്ങനെയാണ്: അനേക തലമുറകൾ ദൈവത്തിൽ നിന്ന് മാറിപ്പോയി. ഓരോ പ്രാവശ്യവും അവർ ദൈവത്തോട് മറുതലിച്ച് പാപം ചെയ്ത് ദൈവം അവരെ മിഡിയനൈറ്റ്സിന്റെയും മറ്റുള്ള ആളുകളുടെയും കീഴിൽ ഏൽപ്പിക്കുമ്പോൾ അവർ ദൈവത്തോട് വീണ്ടും കരഞ്ഞു പ്രാർത്ഥിക്കും. 10 വർഷം 15 വർഷം കഴിയുമ്പോൾ, അല്ലെങ്കിൽ 20 വർഷം കഴിയുമ്പോൾ ദൈവം വീണ്ടും ഒരു ജഡ്ജിനെ, ഒരു ന്യായാധിപനെ എഴുന്നേൽപ്പിക്കും അവരെ വീണ്ടും അടിമത്തത്തിൽ നിന്ന് രക്ഷിക്കുവാൻ വേണ്ടി. ഒരിക്കൽ ഈജിപ്തില് അടിമത്തത്തിലായിരുന്ന വ്യക്തികളായിരുന്നു ഇവര്. എന്നാൽ അവർ വീണ്ടും അവരുടെ ടെൻഡൻസി എന്ന് പറയുന്നത് പാപം ചെയ്ത് വീണ്ടും അടിമത്തത്തിലേക്ക് പോകുക എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ അവര് കനാൻ ദേശത്ത് വന്നു കഴിഞ്ഞപ്പോൾ അവര് ഫ്രീ ആയിട്ടുള്ള ഒരു ജനമായിരുന്നു. ദൈവം കൊടുത്ത സ്വാതന്ത്ര്യം ലഭിച്ച ഒരു ജനമായിരുന്നു. എന്നാൽ അവർ തങ്ങളെ തന്നെ അടിമത്തത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത വ്യക്തികൾ. അതിന്റെ കാരണം ഇതാണ്, ഈ അടിമത്തത്തിലേക്ക് പോയതിന്റെ കാരണം അവര് യഹോവയെ മറന്ന് അന്യ ദൈവങ്ങളെ ആരാധിച്ചത് കൊണ്ടാണ്, അല്ലെങ്കിൽ അന്യ ദൈവങ്ങളുടെ പുറകെ പോയത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കാൻ ഇടയായത്. എന്നാൽ ദൈവം തന്റെ ഉടമ്പടി പ്രകാരവും തന്റെ കവനന്റ് കീപ്പ് ചെയ്യുവാൻ വേണ്ടിയും ദൈവത്തിന്റെ കരുണയും സ്നേഹവും കാരണം ഇസ്രായേൽ ജനത്തെ ദൈവം പൂർണ്ണമായി തള്ളിക്കളഞ്ഞില്ല എന്നുള്ളത് നമ്മൾ വായിക്കുന്നുണ്ട്. അത് സത്യമാണ്. എന്നാൽ അതിന്റെ ഭവിഷ്യത്തുകൾ അവർ പലപ്പോഴും അനുഭവിക്കേണ്ടി വന്നു. അനേക തലമുറകൾ ദൈവത്തെ അറിയാതെ ദൈവത്തിൽ നിന്ന് മാറി ആ അവസ്ഥയിൽ തന്നെ മരിച്ചു പോയിട്ടുണ്ട്. അങ്ങനെയുള്ള അവസ്ഥ നമ്മൾ പഴയ നിയമത്തിൽ കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ പലപ്പോഴും ചിന്തിക്കും, അങ്ങനെയെങ്കിൽ നമുക്ക് ഓരോരുത്തർക്കും ഇതൊരു വിഷയങ്ങൾ സംഭവിക്കുകയില്ല, കാരണം നമ്മളിപ്പോൾ അന്യദൈവങ്ങളുടെ ഒന്നും പിറകെ പോകുന്നില്ലല്ലോ എന്നൊരു വിഷയങ്ങൾ നമ്മൾ ചിന്തിച്ചേക്കാം. എന്നാൽ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അതിന്റെ 5 മുതൽ 7 വരെയുള്ള അധ്യായങ്ങൾ സെർമൺ ഓൺ ദ മൗണ്ട് ആണ്, ഗിരിപ്രഭാഷണമാണ് കർത്താവിന്റെ. അതിന്റെ 6-ാം അധ്യായത്തിലെ കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്. അതിന്റെ 18, 19 മുതൽ 22, 24 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്: do not store up for treasures for yourself on earth, where moth would eat or rust would destroy, but store up for yourselves treasures in heaven, where no rust nor moth would destroy. Then a little later he says that you cannot serve two masters, God and money. You love one and hate the other, period. കർത്താവ് പറയുകയാണ്, നിങ്ങൾക്ക് ധനവും പണവും അതുപോലെ സാത്താനെയും മാമോനെയും ഒരേ സമയത്ത് സേവിക്കാൻ പറ്റുകയില്ലെന്ന കർത്താവ് പറയുന്നു. ഇസ്രായേൽ ജനത്തിന് വിഗ്രഹാരാധനയായിരുന്നു ടെംപ്റ്റേഷൻ എങ്കിൽ നമുക്ക് ഓരോരുത്തർക്കും ആ വിഗ്രഹം എന്ന് പറയുന്നത് വേറെ ചില കാര്യങ്ങളാകാം. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം നമുക്ക് തരുന്ന വാണിങ്ങും കർത്താവ് ഗിരിപ്രഭാഷണത്തിലും പറഞ്ഞത് ഇതാണ്: നിങ്ങൾക്ക് വേണ്ടിയുള്ള നിക്ഷേപങ്ങൾ മോത്തും റസ്റ്റും ഒന്നും ഡിസ്ട്രോയ് ചെയ്യാത്ത സ്വർഗത്തിലായിരിക്കണം എന്ന് പറഞ്ഞിട്ട് പിന്നീട് ഒരു വാക്യം കർത്താവ് പറയുന്നുണ്ട്: where your treasure is, there your heart will be also. നിങ്ങളുടെ നിക്ഷേപം എവിടെ ഇരിക്കുന്നോ അവിടെയായിരിക്കും നിങ്ങളുടെ ഹൃദയം. നമ്മുടെ നിക്ഷേപം നമ്മൾ തീർച്ചയായിട്ടും സ്വർഗത്തിലുള്ളവർ എന്ന് നമ്മൾ ചിന്തിക്കുന്നുവെങ്കിൽ, അത് ശരിയെങ്കിൽ നമ്മുടെ ഹൃദയവും അവിടെയായിരിക്കും. ആ വക കാര്യങ്ങളെ കുറിച്ച് ആയിരിക്കും എന്നാണ് നാം ദൈവത്തിൽ വായിക്കുന്നത്. പിന്നീട് വായിക്കുന്നു കൊലോസ്യ ലേഖനം 3-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇങ്ങനെയാണ് വായിക്കുന്നത്: if we are born from above, then think of the things that are above. നമ്മൾ സ്വർഗത്തിൽ നിന്ന്, നമ്മൾ ഉയരത്തിൽ നിന്ന് ജനിച്ചവരാണെങ്കിൽ നമ്മൾ ഉയരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കണമെന്നാണ് പൗലോസ് പറയുന്നത്. എന്നിട്ട് പറയാണ്, പഴയ മനുഷ്യനെ അവന്റെ പാപ സ്വഭാവങ്ങളോടുകൂടെ ഉരിഞ്ഞു കളഞ്ഞിട്ട് പുതിയ മനുഷ്യനെ ധരിക്കുവാനായിട്ട് പൗലോസ് വിശ്വാസികളെ ഓർപ്പിക്കുന്നു. സോ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത്, ഈ പഴയ മനുഷ്യൻ എപ്പോഴും നമ്മളിൽ ഉണ്ടെന്നും ആ പഴയ മനുഷ്യൻ പുതിയ മനുഷ്യനുമായിട്ടുള്ള ഒരു ഫൈറ്റ് കോൺസ്റ്റന്റ്ലി ഉണ്ടെന്നും ഉള്ളത് കൊണ്ടാണ്. നമ്മൾ സ്വർഗത്തിൽ നിന്ന് ജനിച്ചവരാണെങ്കിൽ പോലും പലപ്പോഴും ഈ ലോകത്തുള്ള കാര്യങ്ങളിലാണ് എന്റെയും നിങ്ങളുടെയും ചിന്ത. പലപ്പോഴും നമ്മൾ ലോകത്തിലുള്ള കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കരുത് എന്ന് ദൈവത്തിന് വചനം പറയുന്നില്ല. ഇൻഫാക്ട് നമ്മൾ വായിക്കുന്നത്
മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ അതിന്റെ 32 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്. പ്ലാന്റ്സിനും ബേർഡ്സിനൊന്നും അവര് വിതയ്ക്കുന്നതിനെ കുറിച്ചോ എന്ത് ധരിക്കുന്നതിനെ കുറിച്ചോ അല്ലെങ്കിൽ ലില്ലീസ് ഓഫ് ദ ഫീൽഡ്സ്, ദേ ആർ നോട്ട് കൺസേൺഡ് അബൌട്ട് ഹൗ ദേ ആർ അഡോൺഡ്, യുവർ ഹെവൻലി ഫാദർ ടേക്സ് കെയർ ഓഫ് ദം. എന്നാൽ അതിന്റെ 32-ാം വാക്യത്തിൽ വായിക്കുന്നത് ഇങ്ങനെയാണ്: ഈ വക കാര്യങ്ങളെല്ലാം ജെന്റൈൽ സീക്ക് ആഫ്റ്റർ, അല്ലെങ്കിൽ ദൈവത്തോട് ബന്ധമില്ലാത്ത അന്യജാതിക്കാർ ഈ വക കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നു എന്നാണ്. അതിനർത്ഥം വിശ്വാസികളായി നമുക്ക് ചിന്തിക്കേണ്ട എന്നാണോ? അല്ല. അതിന്റെ അർത്ഥം ഇങ്ങനെയാണ്: ആ കാര്യങ്ങളെ കുറിച്ച് മാത്രമേ അവർ ചിന്തിക്കുന്നുള്ളൂ. എന്നാൽ അതിന്റെ അടുത്ത വാക്യം 33-ാമത്തെ വാക്യത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: എന്നാൽ നിങ്ങൾ seek ye first the kingdom of God and his righteousness, then God will add these things to you. That means where your heart is, that is the question. നമ്മുടെ ട്രഷർ എവിടെയാണ്, നമ്മുടെ ഹാർട്ട് എവിടെ എന്നതിനെ കുറിച്ചാണ് അവിടെ കർത്താവ് പറയുന്നത്. ഈ ലോകത്തുള്ള ജഡീകരായ ദൈവത്തെ അറിയാത്ത വ്യക്തികൾക്ക് അവരുടെ നിക്ഷേപമെല്ലാം ഈ ലോകത്താണ്. അവർക്ക് ഈ ലോകം വിട്ടിട്ട് ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുവാനില്ല. അവർക്ക് വേറൊരു പ്രത്യാശയില്ല. ഈ ലോകത്ത് തന്നെയാണ് അവരുടെ പ്രത്യാശ. ഞാൻ തമാശയായിട്ട് ഇങ്ങനെ ചിലപ്പോൾ പറയാറുണ്ട്, നമ്മളെല്ലാം പണ്ടത്തെ ജിം റീവ്സിന്റെ പാട്ടുകൾ കേട്ടിട്ടുണ്ട് അല്ലെ? ദിസ് വേൾഡ് ഈസ് നോട്ട് മൈ ഹോം, ഐ ആം ജസ്റ്റ് എ പാസിംഗ് ത്രൂ, റൈറ്റ്? മൈ ട്രഷേഴ്സ് ആർ ലെയ്ഡ് അപ്പ് സംവെയർ ബിയോണ്ട് ദ ബ്ലൂ. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഞാൻ പലപ്പോഴും ഒരു പാട്ടിലൂടെ നുണ പറയുന്ന ഒരു വ്യക്തിയാണല്ലോ. കാരണം നമ്മുടെയൊക്കെ ജീവിതത്തെ നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ മലയാളത്തിൽ പാടുമല്ലോ, CM സഞ്ചാരി ഞാൻ, യേശുവിൽ ചാരി ഞാൻ എന്നുള്ള പാട്ട് പാടുമ്പോൾ നമ്മൾ പറയുന്നത് ലോകമേതും യോഗ്യമല്ല നിക്കതാൽ. അതിനകത്ത് പിന്നീട് ഒരു വേഴ്സ് ഉണ്ട്: നാഥന് മുൾമുടി നൽകിയ ലോകമേ നീ തരും പേരെനിക്ക് എന്തിനായി. അത് പാട്ടിലൂടെ അല്ലാതെ ബാക്കി ഒരു സ്ഥലത്തും നമ്മളത് പ്രാവർത്തികമാക്കുന്നവരല്ല, ഇൻക്ലൂഡിങ് ഞാൻ അല്ലേ. നമ്മൾ ഈ ലോകം തരുന്ന മാനവും പേരും എവിടെയാണെന്നും നമ്മൾ പാടി കഴിഞ്ഞിട്ട് അല്പനേരം കഴിയുമ്പോൾ നമുക്കറിയാം നമുക്ക് ലഭിക്കേണ്ട മാനവും അതൊന്നും ലഭിച്ചില്ലെങ്കിൽ പിന്നീട് സംഭവിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് നമുക്കറിയാം. അതിന്റെ കാരണം പലപ്പോഴും ഈ ലോകത്തിൽ തന്നെ നമ്മൾ നിക്ഷേപങ്ങൾ ശേഖരിച്ചു വെക്കുന്നു. ഈ ലോകത്തിന് മുമ്പോട്ട് നമുക്ക് കർത്താവിന്റെ കൂടെ ഇറ്റേണിറ്റി സ്പെൻഡ് ചെയ്യുന്നുള്ള ചിന്ത പലപ്പോഴും നമ്മളെ വിട്ടുപോകുന്നതാണ്. അത് ഇസ്രായേൽ ജനത്തിന് സംഭവിക്കുമെന്ന് ദൈവം വാർണിംഗ് കൊടുത്തു. അവരുടെ ജീവിതത്തിൽ അത് സംഭവിച്ചു. അവരുടെ ജീവിതത്തിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിച്ചുവെങ്കിൽ സമ്പൽ സമൃദ്ധിയുടെ മധ്യത്തിൽ ദൈവം നൽകിയ നന്മകൾ അനുഭവിക്കുമ്പോൾ അതിന്റെ മധ്യത്തിൽ അവർക്കത് സംഭവിക്കുമെന്ന് ദൈവം വാർണിംഗ് കൊടുത്തു. അത് അവരുടെ ജീവിതത്തിൽ സംഭവിച്ചുവെങ്കിൽ അത് നമ്മുടെയും ജീവിതത്തിൽ സംഭവിക്കാവുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് ദൈവത്തിലേക്ക് മടങ്ങി വരേണ്ടത്, ഈ റിവൈവൽ ഉണ്ടാകേണ്ടത് എന്ന് പറയുന്നത് ദൈവം നമുക്ക് നന്മകൾ നൽകിയ ആ നന്മകൾ നമ്മൾ അനുഭവിക്കുമ്പോഴാണ്. അതിന്റെ മധ്യത്തിൽ വെച്ചായിരിക്കണം നമ്മൾ ദൈവത്തെ കുറിച്ച്. നമ്മുടെ പ്രയാസത്തിൽ ഉള്ള സമയങ്ങളിൽ മാത്രമല്ല, അന്നേരം ചിന്തിക്കരുത് എന്നല്ല, അന്നേരം തീർച്ചയായിട്ടും നമുക്ക് പ്രയാസമുള്ളപ്പോൾ നമ്മൾ കർത്താവിന്റെ സന്നിധിയിലേക്ക് കൂടുതലായിട്ട് എടുക്കേണ്ടതായ ആവശ്യമുണ്ട്. എന്നാൽ നമ്മൾ കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് വിട്ടുപോകുവാൻ സാധ്യതയുള്ളത് നമ്മൾ അനുഗ്രഹങ്ങളുടെ മധ്യത്തിൽ അനുഗ്രഹങ്ങൾ പ്രാപിച്ച് അത് എൻജോയ് ചെയ്യുമ്പോഴാണ്. ഇങ്ങനെയൊരു വാർണിംഗ് ദൈവം പഴയ നിയമത്തിൽ കൊടുത്തിരിക്കുന്നു. പുതിയ നിയമത്തിൽ കർത്താവ് തന്റെ ഗിരിപ്രഭാഷണത്തിൽ നമുക്ക് നൽകുന്നുണ്ട്. പിന്നീട് പൗലോസ് പറയുന്നുണ്ട്, നിങ്ങൾ സ്വർഗത്തിലുള്ള കാര്യങ്ങളെ അല്ലെങ്കിൽ ഉയരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കണം, പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളഞ്ഞ് പുതിയ മനുഷ്യനെ ധരിക്കണമെന്നൊക്കെ പൗലോസ് പറയുമ്പോൾ അതിന്റെ അർത്ഥം നമ്മൾ എന്നും ഈ ടെംപ്റ്റേഷൻ എല്ലാ വിശ്വാസികൾക്കും ഉണ്ട് എന്നുള്ളതുകൊണ്ടാണ്. അങ്ങനെ ഒരു ടെംപ്റ്റേഷനിലേക്ക് നമുക്ക് വീണു പോകുവാൻ ഇടയാകല്ലേ എന്നാണ് നമ്മളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനയും. അതാണ് എന്റെയും പ്രാർത്ഥന. എന്നാൽ പിന്നീട് ഒരു തലമുറ ദൈവം ഇസ്രായേൽ ജനത്തിന്റെ മുമ്പിൽ വെച്ച് ദൈവം പിന്നീട് ഒരു തലമുറയെ ഉയർത്തുവാൻ ഇടയായി. ആ തലമുറയെ കുറിച്ചുകൂടെ പറഞ്ഞിട്ട് ഞാൻ എൻ്റെ വാക്കുകളോട് ഇന്ന് രാത്രിയിൽ അവസാനിപ്പിക്കാം. അത് നമ്മള് സങ്കീർത്തനം 78 നമ്മൾ വായിക്കുന്നത്. ഇങ്ങനെയാണ് നമ്മൾ 78 അതിന്റെ 4 മുതൽ ഉള്ള 3 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. Things that we have heard and known, that our fathers have told us, we will not hide them from their children, but tell to the coming generation the glorious deeds of the Lord and his might and the wonders that he has done. He established a testimony in Jacob and appointed a law in Israel, which he commanded our fathers to teach to their children, that the next generation might know them, the children yet unborn, and arise and tell them to their children, so that they should set their hope in God and not forget the works of God, but keep his commandments. And 8ാം വാക്യം ഒന്ന് ശ്രദ്ധിക്കണം.
and that they should not be like their fathers, a stubborn and a rebellious generation, a generation whose heart was not steadfast, whose spirit was not faithful to God. നമ്മളോട് വായിക്കുന്നത് ഇങ്ങനെയാണ്, ദൈവം പിന്നീട് ഒരു തലമുറയെ എഴുന്നേൽപ്പിച്ചു. ദൈവത്തിന് നാം മഹത്വപ്പെടട്ടെ. ദൈവം പിന്നീട് ഒരു തലമുറ എഴുന്നേൽപ്പിച്ചു. ആ പിന്നീട് എഴുന്നേറ്റ തലമുറ ദൈവസന്നിധിയിൽ ഒരു വലിയ ഉടമ്പടി ചെയ്യുകയാണ്. ആസാഫും തന്റെ കൂട്ടരും ദൈവസന്നിധിയിൽ വലിയ ഉടമ്പടി ചെയ്യുകയാണ്. ആ ഉടമ്പടി ഇതാണ്: കർത്താവേ, ഞങ്ങൾ നീ ചെയ്ത പ്രവൃത്തികളെ ഞങ്ങളുടെ തലമുറയിൽ നിന്ന്, വരും തലമുറയിൽ ഞങ്ങൾ മറച്ചു വെക്കുക. ഞങ്ങളുടെ പിതാക്കന്മാർ, അതിന്റെ കാരണം ഇതാണ്, ഞങ്ങൾ മറച്ചു വെച്ചാൽ ഞങ്ങളുടെ പിതാക്കന്മാരെ പോലെ അവരും ദൈവത്തോട് മത്സരിക്കുന്ന, ദൈവത്തോട് റിബൽ ചെയ്യുന്ന, ദൈവത്തോട് പാപം ചെയ്യുന്ന ഒരു വിക്കഡ് ജനറേഷൻ ആയിട്ട് വളർന്നു വരുവാനിടയാകും. അങ്ങനെ പറയുവാൻ കാരണം ഇതാണ്: ജോഷുവയുടെ കീഴിൽ കനാൻ ദേശത്ത് പ്രവേശിച്ച പിതാക്കന്മാര്, ദൈവം ചെയ്ത പ്രവൃത്തികളെ ജീവിതത്തിൽ അനുഭവിച്ച് മനസ്സിലാക്കിയ പിതാക്കന്മാര്, അവരുടെ തിരക്കിനിടയിൽ ദൈവത്തെക്കുറിച്ചോ ദൈവം ചെയ്ത പ്രവൃത്തികളെ കുറിച്ചോ വരും തലമുറയോട് പറയുവാൻ മറന്നുപോയി എന്നുള്ളതാണ്. വേദപണ്ഡിതന്മാര് പലപ്പോഴും അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട്. അവർക്ക് അതല്ലാതെ വേറൊരു കൺക്ലൂഷനിൽ വരുവാൻ പറ്റുന്നില്ല. ദൈവം നമ്മൾ യോശുവയുടെ ന്യായാധിപന്മാരുടെ പുസ്തകം 2-ാം അധ്യായം വായിച്ചാൽ, നമ്മൾ സൂക്ഷ്മമായിട്ട് വായിച്ചാൽ നമുക്കത് മനസ്സിലാകും. അതുകൊണ്ടാണ് അവിടെ പ്രത്യേകം എഴുതിയിരിക്കുന്നത്, യോശുവ അവർക്ക് കൊടുത്തിരിക്കുന്ന ആ അവകാശത്തിലേക്ക്, അല്ലെങ്കിൽ ദൈവം കൊടുത്ത അവകാശത്തിലേക്ക് അവർ പോയി എന്നുള്ളതാണ്. അതിനർത്ഥം ഇതാണ്: അവർ പോവുക മാത്രമല്ല, അവർ വളരെ ബിസി ആയിരുന്നു. നല്ല കാര്യമാണ്. അവർ തങ്ങളുടെ ഫീൽഡ് വർക്ക് ചെയ്യുവാനും, ഹാർവസ്റ്റ് എടുക്കുവാനും, വീട് ഓക്യുപ്പൈ ചെയ്യുവാനും, സിറ്റികൾ എൻജോയ് ചെയ്യുവാനും എല്ലാം നല്ല കാര്യങ്ങളാണ്. എന്നാൽ അങ്ങനെ ചെയ്തപ്പോൾ അവർ മറന്നുപോയ ഒരു കാര്യം ഇതാണ്: ദൈവം ആരാണെന്നും ദൈവം തങ്ങൾക്ക് വേണ്ടി മുൻകാലങ്ങളിൽ ചെയ്ത പ്രവൃത്തി എന്താണെന്നും വരുന്ന തലമുറയോട് അവർ പറയുവാൻ മടി കാണിച്ചു. എവിടെയോ അവർക്ക് വീഴ്ച സംഭവിച്ചു. അതുകൊണ്ടാണ് നമ്മൾ വായിക്കുന്നത്, there arose a generation that did not know who God was and what he had done for the nation Israel. How could they give birth to a generation, the next generation? How is that even possible? I mean, I can't even put my head around that concept. I mean, how is that even feasible? If I have really enjoyed who God is and what he has done for me, how can I hide that from my children? And yet apparently that is quite possible. At least, I'm sorry, മലയാളത്തിൽ നിന്ന് വിട്ടുപോയി. അറ്റ്ലീസ്റ്റ് നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്, അതിനുള്ള ഒരു സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അതായത് ദൈവം നമുക്ക് ചെയ്ത നന്മകള്, ദൈവം ആരാണെന്ന് നമ്മൾ മനസ്സിലാക്കിയത്, ദൈവം നമുക്ക് വേണ്ടി ചെയ്ത പ്രവൃത്തികൾ എന്താണെന്ന് മനസ്സിലാക്കിയ നാം വേറെ ഒരു തലമുറയ്ക്ക് അതുപോലെ തന്നെ പകർത്തി കൊടുത്തില്ലെങ്കിൽ, ഒരു പക്ഷേയെങ്കിൽ ഇസ്രായേലിന് സംഭവിച്ചതുപോലെ നമ്മളുടെ ഇടയിൽ തന്നെ ദൈവത്തെ അറിയാത്തൊരു തലമുറ എഴുന്നേറ്റ് വരുവാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരാതിരിക്കണമെങ്കിൽ സ്പിരിച്വൽ റിവൈവൽ നടക്കേണ്ടത് ദൈവത്തെ അറിഞ്ഞ നമ്മളിലാണ്, ദൈവവചനം അറിയാവുന്ന നമ്മളിലാണ് ആ സ്പിരിച്വൽ റിവൈവൽ നടക്കേണ്ടത്. നമുക്ക് മാത്രമേ ദൈവത്തെ അറിഞ്ഞ്, ദൈവത്തെ രുചിച്ചറിഞ്ഞ നമുക്ക് മാത്രമേ മറ്റുള്ളവരോട് ദൈവം ആരാണെന്ന് പറയുവാൻ പറ്റത്തുള്ളൂ. ദൈവത്തിന്റെ നന്മകൾ അറിഞ്ഞ് മനസ്സിലാക്കിയ നമുക്ക് മാത്രമേ മറ്റുള്ളവരോട് അത് പറഞ്ഞു കൊടുക്കുവാൻ പറ്റുകയുള്ളൂ. അങ്ങനെ നാം ചെയ്യുന്നില്ല എങ്കിൽ there is a possibility that there would come up a generation that would walk away from the Lord. അതിന്റെ കുറ്റക്കാർ ഒരുപക്ഷെങ്കിലും നമ്മൾ ഓരോരുത്തരും ആയിരിക്കാം. എന്നാൽ ദൈവത്തിന് നാം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവത്തിന്റെ വലിയ കരുണയാൽ പിന്നീട് ഒരു തലമുറയെ ദൈവം എഴുന്നേൽപ്പിക്കുന്നുണ്ട്. ആ തലമുറ ദൈവസന്നിധിയിൽ ഒരു ഉടമ്പടി ചെയ്യുകയാണ്. അവർ പറയുകയാണ്, we will not hide these things from our children, not even from our grandchildren. It's not only children, but even to the grandchildren. We will talk about and we will share what God has done for us. അല്ലെങ്കിൽ അവർക്കറിയാം ഒരു തലമുറ ദൈവത്തിൽ നിന്നാകുന്നു പോകും. അതുകൊണ്ട് സ്പിരിച്വൽ റിവൈവൽ എപ്പോൾ നടക്കണമെന്ന് ചോദിച്ചാൽ അത് നടക്കേണ്ടത് ഇപ്പോഴാണ്. ദൈവത്തിന് നന്മ അനുഭവിക്കുന്ന ഈ നമ്മളിലാണ് ആ റിവൈവൽ ആരംഭിക്കേണ്ടത്. എപ്പോഴും നമ്മൾ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കണമെന്ന് ചോദിച്ചാൽ സമൃദ്ധിയുടെ മധ്യത്തിലാണ് നമ്മൾ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കേണ്ടത്. നമ്മൾ എപ്പോഴാണ് മറ്റുള്ള ഒരു തലമുറയെ വാർത്തെടുക്കേണ്ടത്, പഠിപ്പിക്കേണ്ടതെന്ന് ചോദിച്ചാൽ ദൈവം ആരാണെന്നും ദൈവത്തെ അനുഭവിച്ച് രുചിച്ച് മനസ്സിലാക്കിയ നമ്മൾ ജീവിച്ചിരിക്കുമ്പോഴാണ് നമ്മളൊരു പുതിയ തലമുറയ്ക്ക് ജനനം കൊടുക്കേണ്ടത്, ദൈവത്തെങ്കിലേക്ക് അവരെ കൊണ്ടുവരേണ്ടത്. ദൈവവചനം നമ്മൾ ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും നടക്കുമ്പോഴും അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്
ഈ നല്ല കാര്യങ്ങൾ, നന്മകൾ അനുഭവിക്കുമ്പോഴാണ്. നമ്മുടെ ട്രഷർ എവിടെയായിരിക്കണം എന്ന് നമ്മൾ വളരെ കെയർഫുൾ ആയിട്ട് ചിന്തിക്കേണ്ടതുണ്ട്. അങ്ങനെയെങ്കിൽ നമുക്ക് പുതിയ ഒരു തലമുറയ്ക്ക് വേണ്ടി ഈ ദൈവത്തിന്റെ വചനവും ദൈവം ആരാണെന്നുള്ളതിനെ കുറിച്ചും നമുക്ക് പറഞ്ഞു കൊടുക്കുവാൻ പറ്റും. ഈ ദൈവത്തിലേക്ക് വീണ്ടും വേറൊരു തലമുറയെ നമുക്ക് കൊണ്ടുവരുവാൻ പറ്റും. സോ റിവൈവൽ എങ്ങനെ സംഭവിക്കുമെന്ന് ചോദിച്ചാൽ, ദൈവം ആരാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇസ്രായേൽ ജനം ദൈവം ആരാണെന്ന് മനസ്സിലാക്കിയിരുന്നു. നമ്മുടെ ജീവിതത്തിലുള്ള പാപങ്ങളെ നമ്മൾ പലപ്പോഴും മനസ്സിലാക്കേണ്ടതായ ആവശ്യമുണ്ട്. ആ സമയത്തും റിവൈവൽ സംഭവിക്കാം. എന്നാൽ ദൈവത്തെ നമുക്ക് ആവശ്യമുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ നീഡായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ദൈവം ആരാണെന്നും ദൈവത്തെ എനിക്ക് ദൈനംദിനം ആവശ്യമുണ്ടെന്നുള്ള ആ ഒരു അറിവ്, അതാണ് നമുക്ക് ആവശ്യം. നമ്മൾ രക്ഷിക്കപ്പെടുന്ന സമയത്ത് നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ചാൽ ഒരു പക്ഷേങ്കിൽ നമ്മൾ സാക്ഷ്യങ്ങളൊക്കെ പറയുമ്പോൾ പറയാറുണ്ട്, ഞാൻ പാപത്തിലായിരുന്നു, ദോഷിയായിരുന്നു, കർത്താവിനെ രക്ഷിച്ചു. അന്ന് നമുക്ക് ദൈവത്തിന്റെ കൃപ എങ്ങനെ ലഭിച്ചുവോ അതേ കൃപ നമുക്ക് ഇന്ന് ആവശ്യമാണ്, നമ്മൾ പാപത്തിൽ വീണുപോകാതിരിക്കാനും ദൈവത്തോട് അടുത്ത് ജീവിക്കുവാൻ. അങ്ങനെ കൃപ ആവശ്യമാണെന്ന് എന്നുള്ള ഒരു അറിവ് നമ്മിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് റിവൈവൽ സംഭവിക്കുവാൻ, ആത്മീയ റിവൈവൽ സംഭവിക്കുവാൻ സാധ്യതയുള്ളൂ. അതുകൊണ്ട് അങ്ങനെ ദൈവം ആരാണെന്ന് ഇപ്പോൾ തന്നെ നമ്മൾ രുചിച്ചറിയുവാനും അങ്ങനെ അറിയുന്ന നമ്മൾ വരും തലമുറയ്ക്ക് അത് പറഞ്ഞു കൊടുക്കുവാനും ദൈവം നമുക്ക് കൃപ തരട്ടെ. അതുകൊണ്ട് റിവൈവൽ നമ്മളിൽ ഇപ്പോൾ ആരംഭിക്കട്ടെ. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതിനുവേണ്ടി നമുക്ക് സഭയായി വ്യക്തികളായിട്ട് കർത്താവിന് മുമ്പിൽ നമുക്ക് യാചിക്കാം. കർത്താവിനുള്ള കൃപ തരട്ടെ. അത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. കാരണം സമയം, എനിക്ക് വന്നിരിക്കുന്ന സമയം, സണ്ണിച്ചാനോട് പറഞ്ഞ സമയം